ഈ സുന്നി ആദർശം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങളിൽ നമ്മൾ കണിശത വേണോ, ഓരോരുത്തർക്കും കുറച്ചൊക്കെ ഒന്ന് ചുരുക്കി കൊടുത്തൂടെ എന്നൊരു താല്പര്യമാണ്. പല ആളുകൾക്കും ജോലി, ജീവിതം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ചൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യണം താല്പര്യം ഉണ്ടാവും. യഥാർത്ഥത്തിൽ നോക്കൂ, ഈ ലോകത്തെ ഏറ്റവും കാരുണ്യത്തിന്റെ മുഖം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പള്ളി പോയി പൊളിക്കാനും കത്തിക്കാനും അവിടെ ഒരു വേസ്റ്റ് ഡസ്റ്റ്ബിൻ സ്ഥാപിക്കാനും ഓർഡർ കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുനാഫിക്കുകൾ ഉണ്ടാക്കിയ പള്ളിയാണ്. മുനാഫിക്കുകൾ ഉണ്ടാക്കിയ പള്ളിയെക്കുറിച്ച് ഖുർആൻ പറയാം, വല്ലദീന ഇത്തഖദു മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഖുർആൻ പറയാണ്, ലാ തഖും ഫീഹി അബദൻ. ആ പള്ളിയിൽ ഒരിക്കലും നബിയെ നിങ്ങൾ പോയി നിസ്കരിക്കാൻ പാടില്ല. മുനാഫിക്കുകൾ ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളി ഉണ്ടാക്കിയിട്ട് നബി തങ്ങളോട് വന്നിട്ട് ഒരു പറഞ്ഞ വാക്കുണ്ട്, നബിയെ നിങ്ങളൊന്ന് വന്ന് നിസ്കരിക്കണം, നിങ്ങളെ ബർക്കത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളൊന്ന് നിസ്കരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു ഉൾപ്പെടുന്ന ഒരു 4 അംഗ സംഘത്തെ പറഞ്ഞയച്ചിട്ട് ആ പള്ളി പോയി കത്തിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു. ഇതൊരു പക്ഷേ നബിതങ്ങളുടെ കാരുണ്യമുഖം പറയുന്ന ആൾക്കാർ ഇത് പറയാറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, നബിതങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു സെക്കുലർ ഇസ്ലാമിന്റെ മുഖത്ത് നിന്ന് പരിശോധിച്ചിട്ട് വേണമെങ്കിൽ പറയാലോ, ഓലും അവിടെ നിസ്കരിക്കുകയാണല്ലോ, അത് പള്ളിയെ വഖഫ് ചെയ്തിക്കണല്ലോ, സുജൂദല്ലേ, ഒന്നുമില്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് പറയാമായിരുന്നു. പറഞ്ഞില്ല എന്ന് മാത്രല്ല, നമ്മളുണ്ടല്ലോ ഈ തെന്നെ എറിഞ്ഞ ഒരാൾക്ക് സമ്മാനം കൊണ്ടുപോയി കൊടുത്ത റസൂലുള്ളാഹി തങ്ങളാണ് ഒരു പള്ളി കൊണ്ടുപോയിട്ട് പൊളിക്കാനും കത്തിക്കാനും ആവശ്യപ്പെട്ടത്. ഒരൊറ്റ താല്പര്യമായിരുന്നു ആദർശം. അവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഖുബാ പള്ളിയോട് ഇതുണ്ടാക്കിയ ആൾക്കാർക്ക് ഖുബാ പള്ളിയോടുണ്ടായൊരു താല്പര്യക്കുറവും ആയിരുന്നു യഥാർത്ഥത്തിൽ പള്ളി ഉണ്ടാക്കാനുള്ള കാരണം. അതാണ് മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നതയും ഛിദ്രതയും ഉണ്ടാക്കാൻ വേണ്ടി ഇസ്ലാമിന്റെയും ആദർശത്തിന്റെയും പേരിൽ വരുന്ന ആളുകളെ കത്തിച്ചു കളയുക എന്ന, അവരുടെ അടയാള മുദ്രകളെ കത്തിച്ചു കളയുക എന്ന രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചു. ഇനി മറ്റൊന്ന് നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ഉടനെ നമുക്കൊക്കെ അറിയുന്നതാണ്, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്തുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, 3 വിഭാഗമായി മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ കുഫറിലേക്ക് പോയി, മറ്റൊരു വിഭാഗം ആളുകൾ ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞു, വേറൊരു വിഭാഗം ആളുകൾ കള്ളപ്രവാചകന്മാരെ കൂടെ പോയി, ഞങ്ങൾക്ക് എപ്പോഴും പ്രവാചകം വേണം, അതുകൊണ്ട് ഇനിയിപ്പോ ഇതേ ഉള്ളൂങ്കിൽ അതിന്റെ കൂടെ. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ സക്കാത്ത് നിഷേധിച്ചു. അവർ പറഞ്ഞ എന്താ, ഞങ്ങൾ റസൂലുള്ളാഹിക്ക് സക്കാത്ത് കൊടുക്കുള്ളൂ. ഖുർആനാ പറഞ്ഞത്, ഖുദ് മിൻ അംവാലിഹി, നബിയെ നിങ്ങൾ സക്കാത്ത് വാങ്ങണം എന്നാ പറഞ്ഞിരിക്കുന്നത്. റസൂലുള്ളാഹിക്ക് കൊടുക്കണം, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇസ്ലാമിനെ സ്ഥാപിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 കൊല്ലത്തെ പ്രബോധനത്തിന് ശേഷം വഫാത്തായ ശൂന്യത, ആ ശൂന്യത നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അവിടെ ഇനിയൊരു നാഥനില്ല. രാഷ്ട്രീയമായി, സാമൂഹികമായി എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധിയുള്ള ഒരു സമയം. ആ ഒരു സമയത്ത് ഇവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയ ശത്രുക്കൾ പറയില്ല, കണ്ടോ നബി പോയപ്പോഴേക്ക് ഇവർ തമ്മിൽ ആഭ്യന്തര കലഹം തുടങ്ങി എന്ന് പറയില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം സക്കാത്ത് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ ആളുകളോട് യുദ്ധത്തിന് പുറപ്പെട്ടു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എല്ലാ സിദ്ദീഖ് തങ്ങളെ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ, ഓരോടെ എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു, നോക്കൂ, 2 കൂട്ടർക്കും തെളിവുണ്ട്, 2 കൂട്ടരുടെ പക്കലും നയമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അവിടെ പറഞ്ഞ മറുപടി വളരെ വളരെ സ്ട്രോങ് ആണ്. മഹാനവർകൾ പറഞ്ഞു, ഞാൻ നിർബന്ധമായും അങ്ങോട്ട് പോവുക തന്നെ ചെയ്യും, അല്ലേ? അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത്, ഞാൻ നിർബന്ധമായി ഉഖാതിലന്നഹും, അവരോട് ഞാൻ യുദ്ധം ചെയ്യും. അത് ഇനി ഒരു എന്താ പറയാ, ഒട്ടകത്തിന്റെ കയറ് ആണെങ്കിൽ പോലും അവർ ഇസ്ലാമിന്റെ പേരിൽ നിഷേധിച്ചു കളഞ്ഞാൽ, റസൂലുള്ളാഹിന്റെ കാലത്ത് കൊടുത്തിരുന്നത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യും എന്ന് കർശനമായി പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞൊരു മറുപടി ഉണ്ട് അവിടെ. ഉമർ റളിയല്ലാഹു ആ സംസാരത്തിന് മറുപടി പറഞ്ഞത്, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള പ്രത്യേകമായ ഒരു മനസ്ഥൈര്യം ആണ് ഇത്, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ്. അതായത് ഉമർ റളിയല്ലാഹുവിനോട് ആദ്യം ഒരു നിലപാടുണ്ടായിരുന്നു, തെളിവുണ്ടായിരുന്നു. പക്ഷേ ആ നിലപാടിന് തെളിവിനും വേണ്ടിയിട്ട് നമുക്കിപ്പോ ഫാഷിസം പട്ടി വിടർത്തി നിൽക്കുക എന്നൊക്കെ പറഞ്ഞതുപോലത്തെ സ്ഥിതിയാണ് അന്നും. കാരണം അന്ന് മുസ്ലിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ വലിയ പ്രശ്നം ഉണ്ടാവും അവിടെ. അപ്പൊ അങ്ങനെ ഒരു കലുഷിതമായ സാഹചര്യത്തിൽ പോലും ഈ നിലപാടിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു റെഡി ആവുകയാണ്. അവിടെ ഉമർ റളിയല്ലാഹു നമുക്ക് കിട്ടുന്നൊരു പാഠം എന്താണ്? അവിടുത്തെ ഇൽമിയായ അതോറിറ്റി അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. അപ്പൊ സ്വന്തമായി ആദ്യം ഒരു നിലപാടും അഭിപ്രായം ഉണ്ടായെങ്കിൽ പോലും അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അവിടുത്തെ സുപ്രീം അതോറിറ്റി പറയലോടുകൂടി അതിന് വിധേയപ്പെടാൻ സന്നദ്ധമാകുന്നു എന്നൊരു തീരുമാനമാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ബിദഅത്തിന്റെ അഹ്ലുകാരോട് എന്നല്ല, ഇസ്ലാമിന്റെ ആദർശത്തിന് നിരക്കാത്ത നിലപാടുമായി വരുന്നവരോടൊക്കെ
ലോകത്തിലെ ഏറ്റവും വലിയ സൗമ്യമുഖമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഇങ്ങനെ ഒരു മുഖം നമ്മൾ കാണുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രം, ആദർശത്തിന്റെ കാര്യത്തിൽ. അതേ പ്രകാരം തന്നെ സുഫിയാൻ സൗരി റളിയല്ലാഹുവിനെ പോലെയുള്ളവരൊക്കെ പറയുന്നുണ്ട്, വിദേഹത്തിന്റെ ആളുകളുമായിട്ട് ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല. ആരെങ്കിലും ഒരാൾ വിദേഹത്തിന്റെ അഹലുകാരുടെ കൂടെ ഇരുന്നാൽ വൈറസ് പകരുന്നത് പോലെ ഇങ്ങോട്ട് പകരും എന്നൊരു അഭിപ്രായം അബു ഫുദൈൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. വിദേഹത്തിന്റെ അഹലുകാരനോട് എന്തെങ്കിലും ഒരു ആദര പ്രകടനം കാണിച്ചാൽ ഫഖദ് അആന അലാ ഹദമിൽ ഇസ്ലാം, ഇസ്ലാമിനെ പൊളിക്കാൻ അവനെ കൂട്ടുന്ന ആളുകളെ പോലെയാണ് എന്ന്. അപ്പോ ആദർശപരമായി ഇത്തരത്തിൽ വൈകല്യങ്ങൾ സംഭവിച്ച ആളുകളോടുള്ള കോംപ്രമൈസ് ഒരു കാരണവശാലും അത് മതത്തിന്റെ നേർമുഖത്തെ സൃഷ്ടിക്കുകയില്ല എന്ന് മാത്രമല്ല, സുഫിയാൻ സൗരിയുടെ അഭിപ്രായത്തെ കടമെടുത്താൽ അത് മറ്റുള്ളവർക്ക് വളരാൻ കൂടുതൽ അവസരം ഒരുക്കി കൊടുക്കുകയാണ്.